ഹായ് ഫ്രണ്ട്സ്, അബീസ് വേൾഡ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഷാർജ ഡെസേർട്ട് പാർക്കിലേക്കാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു, നമ്മൾ പാർക്കിംഗ് ചെയ്തു. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി കുറേ സെക്ഷനിലാണ് ഓരോ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ വീഡിയോയുടെ മുന്നേ തന്നെ നമ്മൾ ചിൽഡ്രൻ ഫാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളടങ്ങിയ മറ്റൊരു വീഡിയോ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ മറക്കാതെ കാണണം. നമ്മൾ വീഡിയോ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ട്രീസിൻ്റെ ഡീറ്റെയിലും മറ്റു കാര്യങ്ങളും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോ സെക്ഷനിലും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ നാട്ടിലെ സുലഭമായിട്ടുള്ള മഞ്ഞളുണ്ട്. പിന്നെയുള്ളത് സാഫ്രോണാണ്. സാഫ്രോണ് അധികം കണ്ടിട്ടില്ല ഞാൻ. എൻ്റെ ചെടി ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മളെ ഈ നാട്ടിലുള്ള സുലഭമായിട്ടുള്ള ഇഞ്ചി, അതൊക്കെയാണ് നമ്മൾ ഇൻഡോറിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ മാനു അപ്പടെ തോളിൽ കിടന്ന് ഉറങ്ങുകയാണ്. നമ്മുടെ കുട്ടികളൊക്കെ ഇത് അങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ വിശാലമായ സ്ഥലമുണ്ട്, അപ്പം അങ്ങനെ ഓടിക്കളിക്കുകയാണ്. പിന്നീട് ഇവിടെ കാണാൻ പറ്റിയത് എന്തെന്ന് വെച്ചാൽ നമ്മളെ ഇളന്തയ്ക്ക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും കത്തില്ല. പക്ഷേ നമ്മൾ 1 രൂപ 2 രൂപയ്ക്കൊക്കെ പണ്ട് കാലത്ത് സ്കൂളിൽ പോകുമ്പോഴൊക്കെ മേടിച്ച് തിന്നിരുന്നു. പുളിവട, പുളിയച്ചാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സംഭവം തന്നെ അത്. അപ്പം കാണുമ്പോൾ ചെറിയുടെ ഒക്കെ ഒരു ലുക്ക് പോലെ തോന്നുന്നെങ്കിലും ഇത് ഇളന്തമരാണ്. ഇവിടെ നിന്ന് കുറച്ച് ഞങ്ങളും കഴിച്ചു കിട്ടാ. പക്ഷെ പുഴുവൊന്നുമില്ല, നല്ല ഫ്രഷായിരുന്നേ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഓടി വരുന്നുണ്ട് കേട്ടോ.
അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ അടുത്ത ഇതിൻ്റെ തന്നെ വേറൊരു സെക്ഷനിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നീടാണ്ട് ഒരുപാട് പൂക്കളും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് ടൈമില്ല, 6 മണി വരെയാണ് സമയമുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ കവർ ചെയ്യണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അടുത്തതായി നമ്മൾ പോകുന്നത് അറേബ്യൻ വൈൽഡ് ലൈഫ് സെൻറ്ററിലേക്കാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലും അതുപോലെ തന്നെ നമ്മളെ അറേബ്യൻ ഭൂപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മരുഭൂമിയിൽ, അതുപോലെ വരണ്ട പ്രദേശങ്ങളിലൊക്കെ കാണപ്പെടുന്ന ജീവജാലങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, വൈൽഡ് ആനിമൽസ് ഇതൊക്കെയാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നെ നമുക്കൊരു ഇൻട്രോ വീഡിയോ അവിടെ കാണാം, അതും എൻട്രൻസിൽ തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇഴജന്തുക്കളുടെ ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഈ പാമ്പിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഞാൻ കണ്ടിരിക്കുന്നത് നമ്മൾ ആടുജീവിതം എന്നുള്ള സിനിമയിൽ ഒരു റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഭാഗമുണ്ട്. ലാസ്റ്റ് മരുഭൂമിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് ഈ പാമ്പിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. സീന് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താന്നുള്ളത്. The lizards. വാലിഡ് ചാമ്പിയോൺ എന്ന ഓന്താണിത്. വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഓന്ത് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ വെച്ച് കണ്ടതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ വലിപ്പം കൂടിയൊരു പാമ്പ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ.
പിന്നീട് ഇവിടെ ലിസാർഡ്സിനെ കുറിച്ചിട്ടാട്ടോ പറയുന്നത്. ലിസാർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്നൊന്നര സൈസാട്ടോ അവിടുത്തെ ലിസാർഡ്സ്. നമ്മൾ സാധാരണ വീട്ടിൽ കാണുന്ന പോലെയൊന്നുമല്ല, നല്ല അടിപൊളി സൈസ് സാധനങ്ങളാണ്. പലതരം വെറൈറ്റികൾ അതിനെ കൂടെ കാണാട്ടാ, പല സൈസിൽ. പിന്നെ പാറക്കെട്ടുകളുടെ ഇടയിൽ, അതുപോലെ മരപ്പൊത്തുകളുടെ ഇടയിൽ, ചിഗിരങ്ങളുടെ ഉള്ളിൽ ഒക്കെ ആയിട്ട് നമ്മൾ ജീവിക്കുന്നതായിട്ട് അവരെ ലൈഫ് അങ്ങനെ തന്നെ ഉണ്ട് പകർത്തി വെച്ച പോലെയാണ് കേട്ടോ ആ ചില്ലുംകൂട്ടിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷെ നന്നായിട്ടുണ്ട് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടെയാണ് കാണാൻ സാധിച്ചിട്ട് എനിക്ക്. കഴിഞ്ഞിട്ടില്ലേ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം, പാർട്ട് 3. അപ്പോൾ വീണ്ടും എല്ലാവരും മറക്കാതെ കാണുക.